ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാണ്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേക്കണം. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു കാരണം കൊണ്ടാ നീയും രോഹിത്തും അകന്നു കഴിയുന്നെന്നുള്ളൊരു വലിയ കുറ്റബോധം കൊണ്ടാ ഞാനിപ്പോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. അത് മനഃപൂർവ്വം ഞാനായിട്ടുണ്ടാക്കിയൊന്നുമല്ല, സംഭവിച്ചു പോയതാണ്. കളക്ടറുടെ ചോര പരുത്തിക്കുന്നിൽ വീഴണം. ചെറിയ ഒരു രക്താഭിഷേകം, അതും ചുവന്ന പൂക്കൾ കൊണ്ടാകുമ്പോ വീഴുന്ന ചോരത്തുള്ളികൾക്ക് മികവേറും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേയാണ് വെടിയുണ്ടായെന്ന് അവൾ അറിയണം. അറിയിക്കും ഞാൻ. അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ചന്ദ്രേ, നീ വണ്ടിന്ന് വിട്ടു മാറിക്കേ. ഞാൻ പിന്നെ എന്റെ കാര്യങ്ങൾ ആരോട് പറയും? എല്ലാം ഒരു കൂട്ടി വളർത്താവുന്ന കടവ് കുഞ്ഞുങ്ങളാ. അച്ഛനായാലും അമ്മയായാലും ആങ്ങളെയായാലും പറയുന്നതൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല. പിന്നെ എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് ചെന്ന് പറയും? ഇത് വലിയ ശല്യമായല്ലോ. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്ക് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം. കോഴ്സ് മണ്ണാകട്ടെ. എടി, നിന്റെ കഴുത്തിൽ താലി കയറണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അച്ഛനാ, മാണിക്കോത്ത് മഹേന്ദ്രൻ. അതുപോലെ നടക്കൂ. നീ അങ്ങോട്ട് മാറിക്കേ. ശിവേട്ടൻ ഇതിൽ എന്നെ സഹായിക്കൂ ഇല്ലയോ? അതാ എനിക്ക് അറിയണ്ടേ. കുട്ടിക്കാലം തൊട്ടേ എന്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തന്നിട്ടുള്ള ആളാ ശിവേട്ടൻ. എടി, എനിക്ക് ഈ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങാനുള്ള ഒരു അവകാശം അച്ഛൻ എനിക്കിപ്പോ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നീയായിട്ട് അതും കൂടി ഇല്ലാതാക്കാനാണോ നിന്റെ തീരുമാനം? എന്റെ ഏട്ട, കല്യാണത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ ചിന്തിക്കരുത്. നിന്റെ കല്യാണം അല്ലേ, അത് ചിന്തിക്കേണ്ടത് അച്ഛനമ്മയൊക്കെ തന്നെയാ. ഇനി നീ എന്തെങ്കിലും ചിന്തിച്ചു വെച്ചിട്ടാണ് എന്റെ മുന്നിൽ നിന്ന് ഈ ആട്ടം ആടുന്നതെങ്കിൽ ആ ചിന്ത കടയോടെ വെട്ടി തെക്കേപ്പുറത്തെ പുളിമരച്ചോട്ടിൽ അങ്ങ് ഇട്ടേക്ക്. ഒടുവിലെന്റെ പെങ്ങൾ ഒരാളെയും പുളിമരച്ചോട്ടിലിരുത്തിയെന്നുള്ള ആക്ഷേപമൊന്നും കേൾക്കണ്ടല്ലോ. എന്റെ പൊന്നെ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. സംഗതി എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്ക്. എന്നാ പിന്നെ വരട്ടെ. ഒരുപാട് കാര്യങ്ങള് എനിക്കിന്ന് നടത്താനുണ്ട്. ഇവിടെ നിന്നാൽ വേറെന്തെങ്കിലുമൊക്കെ നടക്കും. നോക്ക് ശിവേട്ട, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ശിവേട്ടിന് വരുമ്പോ അപ്പൊ ഞാനും സപ്പോർട്ട് ചെയ്യാം. പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും ഞാൻ തൽക്കാലം എടുക്കുന്നില്ല. ഐ എം വെരി വെരി സോറി മൈ സിസ്റ്ററെ. ദിസ് കേസ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. ക്രൂരനായ നമ്മുടെ അച്ഛന്റെ തോക്കിന്റെ ഉണ്ടക്ക് ഭാര്യയെന്നോ മക്കളെന്നോ ഉള്ള ഒരു നോട്ടവും ഇല്ല. അതുകൊണ്ട് സോറി സോറി സോറി. പൊന്നുവള അങ്ങോട്ട് മാറി നിൽക്കേ. ദുഷ്ട, മാറി നിൽക്കണേ അങ്ങോട്ട്. ഹലോ ഹലോ, എന്തായി കാര്യങ്ങൾ? ഒന്നും നടക്കും തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും ചെയ്യണം പ്രകാശ്, ഇല്ലെങ്കിൽ ഞാനിത് പെട്ടുപോകും. ഞാനിവിടെ ഉടനെ തിരിക്കും. അവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. പ്രകാശ് വഴി ആലോചിച്ച് വരുമ്പോഴേക്കും എന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണിന് പോയിട്ടുണ്ടാവും. എവിടേക്കാ പോവാൻ സാധ്യത? എന്തിനാ? അവിടെ ഞങ്ങൾക്ക് മുന്നിൽ വന്ന് നിരാശകാമുകന്റെ സ്ഥിരം പരിപാടി കാണിക്കാനോ? സംഗതി ക്ലീശയാണേ. പ്രണയം ഉണ്ടായ കാലം മുതല് കാമുകന്മാര് കാണിക്കുന്ന ഒരു പണിയാ. എന്തായാലും അവിടെ ഞാൻ എത്തട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് ആലോചിക്കാം. പിന്നെ എനിക്കിപ്പോ അല്പം തിരക്കുണ്ട്. ഒരു മീറ്റിംഗ് ഉണ്ടേ, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഹലോ ഹലോ ഹലോ. ആലോചന ഈ ആണ്ടിൽ എങ്ങാനൊന്ന് നടന്നാ മതിയായിരുന്നു. പപ്പി, പപ്പി ഒന്ന് വേഗം വാ, സമയം പോകുന്നു. എന്റെ ശ്യാമ, എന്തിനാ ഇങ്ങനെ ധൃതി വെച്ച് പോകുന്നേ? സമയമൊന്നും ആയിട്ടില്ലല്ലോ. വേറെ കൊച്ചുങ്ങളെയും കൊണ്ടേ വേറെ ചിലരൊക്കെ അവിടെ വരും. അവരുടെ കൺവെട്ടത്ത് പെടാതെ പെട്ടെന്ന് ഇങ്ങ് പോരാൻ വേണ്ടിയാ ഞാൻ ഇത്തിരി നേരത്തെ പോകുന്നേ. ആരാ അവിടെ വരുന്നത്? സത്യം കൊണ്ടുവരുന്നതല്ലേ? ഒന്നുകിൽ നിന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ച് നീ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്ന എന്റെ മകൾ ശാലിനി, അല്ലെങ്കിൽ ഇത്രയും നാള് നിന്നോടൊപ്പം കഴിഞ്ഞ നിന്റെ ഭർത്താവ് രോഹിത്.
ഇവര് രണ്ടും നിന്റെ കണ്ണിൽ ഇപ്പൊ ശത്രുക്കളല്ലേ? ഇടിയാ കുഞ്ഞ് സത്യമോളും നിന്റെ ശത്രുവാണോ? അമ്മേ, എന്നെ ഇഷ്ടമില്ലാത്തവരുടെ മുന്നിൽ സ്നേഹം കാണിക്കാനും ചിരിച്ചു കാണിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് കൊള്ളൂ. എന്തായാലും ഇത് നല്ലതിനല്ലാന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. പപ്പി, പപ്പി നീ വരുന്നുണ്ടോ? ആ വരുന്നു. ആ പണിയിലാണെന്ന് തോന്നുന്നു. വിഷ്ണുച്ചാ വിഷ്ണുച്ചന്റെ പപ്പിക്കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിട്ട് വിഷ്ണുച്ചൻ കൊണ്ടുവന്ന. എന്താ വിഷ്ണുച്ചാ ഇത്? ആ ഇതില് നിനക്ക് ഇഷ്ടപ്പെട്ട ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്, കേക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ദാ. ആഹാ, കോളടിച്ചല്ലോ. മക്കൾ കുറച്ച് കഴിച്ചിട്ടേ ബാക്കി കൂട്ടുകാർ കൊടുക്കട്ടാ. സത്യക്ക് കൊടുക്കാം, പക്ഷെ രമേശിന് കൊടുക്കില്ല. പാവല്ലോടി അവൻ. ഒരു പാവവും ഇല്ല. ശരി ശരി, ഇതേ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ട് കൊടുക്കട്ടാ. അത് ശരിയാ, അല്ലെങ്കിൽ കൊതി കിട്ടും. ഡി, നമുക്ക് പോണ്ടേ? ഇതൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് പോവാം. ശ്യാമേ, ശ്യാമേ അവള് കഴിക്കട്ടെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാണ്ട്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. കേക്കണം. കാരണം ഞാൻ ഉൾപ്പെട്ട ഒരു കാരണം കൊണ്ടാ നീയും രോഹിത്തും അകന്നു കഴിയുന്നെന്നുള്ളൊരു വലിയ കുറ്റബോധം കൊണ്ടാ ഞാനിപ്പോ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ. അത് മനഃപൂർവ്വം ഞാനായിട്ടുണ്ടാക്കിയൊന്നുമല്ല, സംഭവിച്ചു പോയതാണ്. ശ്യാമ, ഇനി അതിന്റെ പേരിൽ നീ വഴക്കിട്ട് നിൽക്കല്ലേ. അത് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന എന്നെ തന്നെയാണ്. ശാരദാമ്മേ, ഒന്നിങ്ങ വന്നേ. അതാ വരുന്നു മോളെ. ശ്യാമ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമല്ല, വേറെ പല കാരണങ്ങളും ഉണ്ട്. അതൊന്നും എനിക്കിപ്പോ ഇവിടെ വിവരിക്കാൻ പറ്റില്ല. രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, എന്റെ കുഞ്ഞേച്ചിയുടെ ഭാഗത്തു നിന്ന് വരെ, എന്തിനു പറയുന്നു, സത്യാമ്മയുടെ ഭാഗത്തു നിന്ന് വരെ എനിക്ക് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ശ്യാമ, ജീവിതമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് പുറത്തും സഹിച്ചിട്ടൊക്കെ മുന്നോട്ട് പോവുക. ശ്യാമ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അത് മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവുന്നേ. വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനെ ധിക്കരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് വരില്ല. അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാ. ശ്യാമ, എനിക്ക് പറയാൻ അധികാരം ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയുന്നേ. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് തന്നെയാന്ന് വിചാരിച്ചോ? ശ്യാമ, വാശിയെടുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കല്ലേ. വിഷ്ണുവേട്ടാ, എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയിലും ഇവിടെ കാര്യങ്ങൾ നോക്കാൻ അധികാരം ഉണ്ടെന്ന നിലയിലും എന്റെ ഏട്ടൻ എന്ന നിലയിലും ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ സാധിച്ചു തരുമോ?